നമ്മൾ പുതുമ തോന്നാതെ കേട്ട് പരിചയിച്ച് പലതും നമ്മൾ പുറംതള്ളിയിട്ടിരിക്കുമ്പോൾ അതിനകത്ത് കിടക്കുന്ന ആത്മീക അർത്ഥങ്ങളും ദൈവം ഉദ്ദേശിക്കുന്നതുമായ കാര്യങ്ങളെ നാം അവഗണിക്കാൻ പാടില്ല. നമ്മൾ കേട്ട് പരിചയിച്ചതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകണമെന്നില്ല. കേട്ട് നമ്മൾ പരിചയപ്പെട്ടതിനെ പ്രായോഗികമാക്കി തീർക്കുക എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ വചനധ്യാനങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത്. 12-ാം വാക്യം മുഴുവനുമായിട്ട് വായിച്ചാൽ ഇങ്ങനെയാണ്: നമ്മുടെ ദൈവം നിങ്ങളെ തൻ്റെ വിളിക്ക് യോഗ്യരായി എണ്ണി തൻ്റെ സൽഗുണത്തിലുള്ള സകല താല്പര്യവും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരണമെന്ന് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് ദൈവം വിളിച്ച വിളിയുടെ അതിൻ്റെ പൂർത്തീകരണത്തിൽ നമ്മൾ യോഗ്യരായി എണ്ണപ്പെടുവാനായിട്ടുള്ള പൗലോസിൻ്റെ പ്രാർത്ഥന. ഇപ്രാവശ്യം അതിനോട് ചേർന്ന് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ സൽഗുണത്തിലുള്ള സകല താല്പര്യവും പൂർത്തീകരിക്കപ്പെടാൻ താൻ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ദൈവത്തിൻ്റെ സൽഗുണം എന്നുള്ളതിനെക്കുറിച്ച് നാം മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകം തന്നെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ സൽഗുണങ്ങളെക്കുറിച്ച് പല സന്ദർഭങ്ങളിൽ തിരുവചനങ്ങളിലൂടെ താൻ വെളിപ്പെടുത്തിയിരിക്കുന്ന കാണാനായിട്ട് കഴിയും. പൗലോസ് പ്രാർത്ഥിക്കുന്നത് ഈ ദൈവത്തിൻ്റെ സൽഗുണത്തിൻ്റെ സകല താല്പര്യവും നമ്മിൽ പൂർണ്ണമാകണം, ആ സഭയിൽ പൂർണ്ണമാകണം എന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സൽഗുണം എന്താണ് എന്നുള്ളത് കർത്താവ് യേശു തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി. പ്രത്യേകിച്ചും നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞിരിക്കും നമുക്ക് കാണാൻ കഴിയും. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി യേശു ദൈവത്തിൻ്റെ സൽഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം കാണാൻ കഴിയും. ആ 48-ാം വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞിങ്ങനെയാണ്: ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിനെന്നാണ് പൗലോസിൻ്റെ പ്രാർത്ഥന. ദൈവത്തിൻ്റെ സൽഗുണത്തിലുള്ള സകല താല്പര്യവും തെസലോനിക്ക സഭയിൽ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഓരോ ദൈവമക്കളിലും അത് പൂർത്തീകരിക്കപ്പെടണം. ദൈവത്തിൻ്റെ സൽഗുണത്തിൻ്റെ അതിൻ്റെ താല്പര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കും. അപ്പോൾ കർത്താവ് യേശു പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനാണ്, ആ സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ എന്നാണ്. എന്താണ് ദൈവത്തിൻ്റെ സൽഗുണം എന്ന് യേശു കർത്താവ് വളരെ വ്യക്തമായിട്ട് ഈ മത്തായി സുവിശേഷത്തിൽ, പ്രത്യേകിച്ചും സെർമൺ ഓൺ ദ മൗണ്ട് എന്ന് പറയപ്പെടുന്ന ഈ ഗിരിപ്രഭാഷണത്തിനകത്ത് 5-ാം അധ്യായത്തിൽ മത്തായി എഴുതിയ സുവിശേഷത്തിൽ കർത്താവ് പറയുകയാണ്. ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. എന്തൊക്കെയാണത്? അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ 5-ാം അധ്യായം വായിക്കുമ്പോൾ, പ്രത്യേകിച്ചും 44 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. 44 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവിന് തൊട്ട് മുമ്പിലുള്ള സമയത്തെല്ലാം ഈ പഴയ നിയമത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം എടുത്തു പറയുകയാണ്. ശത്രുക്കളോട് എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നൊക്കെ കർത്താവ് പലതും പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷേ ഇവിടെ കർത്താവ് 44-ാമത്തെ വാക്യത്തിൽ പറയുന്നു: ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. അപ്പോൾ ഈ 44 മുതൽ ഞാൻ താഴോട്ട് വായിക്കാം. 45-ാം വാക്യം: സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യൻ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യിക്കുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾ എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിനെന്നാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ദൈവത്തിൻ്റെതാകുന്ന സ്വഭാവങ്ങൾ യേശു കർത്താവ് വെളിപ്പെടുത്തിയിട്ട് കുറേ കാര്യങ്ങൾ പറയുകയാണ്. എന്താണ്? 44-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക എന്നാണ് കർത്താവ് പറയുന്നത്. ഇത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്, സൽഗുണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് കാണുന്നു. ഞാനും നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. അപ്പോൾ ദൈവത്തിൻ്റെ സൽഗുണം, ആ സൽഗുണത്തിൻ്റെ താല്പര്യം നമ്മിൽ പൂർണ്ണമായി വെളിപ്പെടണം, പൂർണ്ണമാക്കപ്പെടണം. അതാണ് പൗലോസിൻ്റെ പ്രാർത്ഥന. അപ്പോൾ ആ ദൈവത്തിൻ്റെ സൽഗുണം എന്തെന്നത് വ്യക്തമായി യേശു കർത്താവ് പറയുകയാണ്: ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അതിൽ റോമാക്കാർക്ക് ലേഖനം 5-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. അപ്പോൾ നമ്മൾ ദൈവത്തോട് പാപം ചെയ്ത് ശത്രുതയിൽ നിൽക്കുമ്പോഴും ദൈവം തൻ്റെ സ്നേഹം പ്രകടമാക്കിയത് കർത്താവ് യേശു ക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ 3:16 നമ്മളെല്ലാവർക്കും അറിയാവുന്ന വചനം നമ്മളെല്ലായിടത്തും സുവിശേഷ പ്രഘോഷണങ്ങൾ എടുത്ത് ഉപയോഗിക്കാറുള്ളത്. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിനെ, യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ്.
അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു നിന്ന ശത്രുതയിൽ, പാപനിമിത്തം ശത്രുതയിലാക്കപ്പെട്ട് അകന്നു നിന്ന മനുഷ്യനെയും കർത്താവ് ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നൽകിക്കൊണ്ട് തൻ്റെ സ്നേഹത്തെ പ്രകടമാക്കി. അത് ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ ഒന്നാണ്. റോമർ 12:20 പറയുന്നത്, ശത്രുവിന് പലയിടങ്ങളിലും ഈ വാക്യം നമുക്ക് ആവർത്തിച്ച് കാണാൻ കഴിയും. സമയച്ചുരുക്കം കൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളിലേക്ക് വിശദീകരിക്കുന്നില്ല, പോയിന്റുകൾ പറഞ്ഞ് മുമ്പിലേക്ക് പോവുകയാണ്. ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്നുവാൻ കൊടുക്കുക, അവന് ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കുവാൻ കൊടുക്കുക എന്നുള്ളത് ദൈവ സ്വഭാവമായിട്ട് ഇവിടെ കാണുന്നു. മത്തായി 26-50 വാക്യം നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന യൂദ വെറും 30 വെള്ളിക്കാശിനു വേണ്ടി യേശുവിനെ ഒറ്റുകൊടുക്കാനായിട്ട് ഒരു ചുംബനത്തിലൂടെ കർത്താവിനെ കാണിച്ചു കൊടുക്കുവാൻ ആ ഗത്സമന തോട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ അവന് യേശുവിനെ ശത്രുവായി കാണുന്നവരോട് കൂടെ നിൽക്കുന്ന തൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ ഈ യൂദയെ കണ്ടിട്ട് താൻ വന്ന ഉദ്ദേശമെന്ന് യേശു നന്നായിട്ടറിയാം. യേശുവിനെ ശത്രുക്കളായി കാണുന്നവരാണ് മുൻപിൽ നിൽക്കുന്നതെന്നറിയാം. എന്നിട്ടും ആ ശത്രുത മനോഭാവത്തോടെ നിൽക്കുന്നവരെയും ദൈവത്തിൻ്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തു വിളിക്കുന്നത് എന്താണ്? മത്തായി 26:50, സ്നേഹിത നീ വന്ന കാര്യം എന്താകുന്നു എന്നാണ്. സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ട് തന്നെ വഞ്ചിക്കുവാൻ, ചതിയിലൂടെ ഒറ്റുകൊടുക്കാനായിട്ട് കടന്നു വരുന്നവനെയും ശത്രുക്കളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന തൻ്റെ പ്രിയ ശിഷ്യന്മാരിൽ ഒരുവനോട് കർത്താവ് സ്നേഹിത എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ സൽഗുണത്തിൻ്റെ പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ദൈവത്തിൻ്റെ സ്നേഹം. ആ സ്നേഹം നമ്മോട് പ്രകടമാക്കി കർത്താവ് പറയുകയാണ്, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുക.